ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സൗഖ്യം പ്രാപിക്കുന്ന എത്ര പേര് യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കും, ആത്മാക്കളിൽ നേടാൻ പോകും? ഞാൻ ഇഷ്ടംപോലെ സൗഖ്യം കണ്ട, സൗഖ്യം മേടിച്ചവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്തായിരുന്നു സ്ഥിതി? നിങ്ങളുടെ കടബാധ്യതയ്ക്ക് കർത്താവ് ഒരു പരിഹാരം ഉണ്ടാക്കി തരുന്നു. ആ പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടാൻ ഇറങ്ങുമോ? മക്കളില്ല, ഗർഭപാത്രം അനുഗ്രഹിക്കപ്പെട്ടു, ഒരു കുഞ്ഞു പിറന്നു, നിങ്ങൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ പോവോ? ജോലിയിലായിരുന്നു, പ്രാർത്ഥിച്ചു, ധ്യാനം കൂടി, ജോലി കിട്ടി. ആ ജോലി സ്ഥലത്ത് ആയിക്കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവോ? കർത്താവിനെ പ്രഘോഷിക്കുമോ? ആര് ചെയ്യും? വരുന്നു, ധ്യാനം കൊടുന്നു, ഭൗതിക നന്മകൾക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി ജനം പ്രാർത്ഥിക്കുന്നു, മടങ്ങിപ്പോകുന്നു. പിന്നെ ഒന്നോ രണ്ടോ ആളെ ധ്യാനത്തിന് പറഞ്ഞു വിട്ടാൽ വിട്ടു, അതിനപ്പുറം ഒന്നുമില്ല. അതിനപ്പുറം ലോകത്തിൻ്റെ ഒരു ഒഴുക്കിൽ ജനം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം പ്രാപിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുന്നവരും അഭിവൃദ്ധി ഉണ്ടാകുന്നവരും ജോലി കിട്ടുന്നവരും ഉയർച്ച പ്രാപിക്കുന്നവരും കർത്താവിന് വേണ്ടി ജീവിതം കൊടുക്കുമോ? അവൻ്റെ സുവിശേഷം പ്രഘോഷിക്കുമോ? ആത്മാക്കളെ നേടുമോ? എത്ര പേരുണ്ട് അതിന്? കർത്താവ് കാരുണ്യവാനാണ് കേട്ടോ. കർത്താവ് സൗഖ്യം കൊടുക്കും, അനുഗ്രഹം കൊടുക്കും, എല്ലാം ഗിഫ്റ്റാണ്. കർത്താവിനൊന്നും വേണ്ട. നിങ്ങൾ സ്തോത്രകാഴ്ച കിട്ടാൻ വിട്ടെങ്കിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ സ്നേഹമാണ് കർത്താവിന്, അനുഗ്രഹിച്ചേ വിടത്തുള്ളൂ, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോകുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്താ ചെയ്യുന്നത്? യേശുവിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? എത്ര പേര് യേശുവിന് വേണ്ടി ചെയ്യാനുണ്ട്? ഇതൊക്കെ ചിന്തിക്കേണ്ട ആത്മീയ മേഖലയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ ചിന്തിക്കേണ്ട ആത്മീയ മേഖലയാണ്. എല്ലാവരും സൗഖ്യം, അനുഗ്രഹം, ഭൗതിക നന്മകൾ, ഉയർച്ച, വണ്ടി, വാഹനം, വീട് ഒക്കെ തരുന്നേ. നല്ല വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കർത്താവായിട്ടൊരു ബന്ധമില്ല. നല്ല വണ്ടി കിട്ടിയാൽ പിന്നെ ആരുമായിട്ടൊരു ബന്ധമില്ല. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പലപ്പോഴും ധ്യാനിക്കാൻ വന്നിട്ടുള്ള പല അമ്മമാരും അപ്പന്മാരും എന്ന് പറയുന്ന അനുഭവമാണ്. മക്കൾ കോളേജിലൊക്കെ പോകാൻ തുടങ്ങി, അല്ല UK പോയി, അല്ല ജർമ്മനി പോയി. ഇപ്പോൾ പിള്ളേർ പള്ളിയിലും പോകത്തില്ല, കുമ്പസാരിക്കത്തില്ല, ഒരു ബന്ധമില്ല പള്ളിയായിട്ട്. അവസാനിച്ച പരിപാടിയൊക്കെ. ചെറുപ്പക്കാർ മുഴുവൻ പ്രാർത്ഥിക്കാൻ പറ്റുന്നതിനാ ജർമ്മൻ പരീക്ഷ പാസ്സാവണം, ധ്യാനം കൂടുന്നതിന് വേണ്ടിയാണ്. ജർമ്മൻ B2 എങ്ങനെ എഴുതിയെടുക്കണം, എന്നിട്ട് പോകണം. ഇതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. നന്മ തരുന്നവനായ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നുണ്ടോ? അതാണ് ചോദ്യം. ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? അവന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. യേശുവിന് വേണ്ടി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ യേശുവിന് വേണ്ടി ആത്മീയ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് യേശുവിനെ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു മാതൃകയുണ്ടോ? നമ്മളെല്ലാവരും ചിന്തിക്കും, ഞാൻ ഉൾപ്പെടെ. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ജീവിതം, എൻ്റെ അല്ല നിങ്ങളുടെയൊക്കെ ജീവിതം കണ്ടിട്ട് നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങളുടെ നാട്ടിലുള്ള മറ്റു മതസ്ഥർ നിങ്ങളുടെ ഇതിലേക്ക് വന്ന്, ചേട്ടാ, തോമസ് ചേട്ടാ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, തോമസ് ചേട്ടൻ്റെ ആ വിശ്വാസ ജീവിതം കണ്ടിട്ട്, ആ ക്രിസ്തു സ്നേഹം കണ്ടിട്ട് എനിക്ക് വയ്യ, ഞാൻ ക്രിസ്ത്യാനിയാകാൻ പോവാ. മറിയമ്മ ചേട്ടത്തിയുടെ ആ സ്നേഹവും ആ ജീവിതമൊക്കെ കണ്ടിട്ട് എനിക്ക് പറ്റുന്നില്ല കേട്ടോ, എനിക്കൊരു ക്രിസ്ത്യാനിയാകണം. ആരെങ്കിലും വന്നിട്ടുണ്ടോ? പിന്നെ എന്തൊന്നും സാക്ഷ്യമാണ്? ഇവിടെ ആരെങ്കിലും യേശുവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ സുവിശേഷം കേട്ടതുകൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവവചനം കേട്ടതുകൊണ്ട്, ഈ ധ്യാനത്തിൽ അല്ലെ കൺവെൻഷനിൽ കർത്താവിൻ്റെ വചനം കേട്ട് അവൻ്റെ മഹത്വം കണ്ടതുകൊണ്ട്, ഒരനുഭവം ഉണ്ടായതുകൊണ്ട് മറ്റുള്ളവർ ഇങ്ങോട്ട് വന്നതും യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നതൊക്കെ. അല്ലാതെ നമ്മുടെ ആരുടെയും വിശ്വാസ ജീവിതമോ സ്നേഹത്തിൻ്റെ ജീവിതം ഒന്നും കണ്ടിട്ടൊന്നും ഇവിടെ ആരും വന്നിട്ടില്ല, വരാനൊരു സാധ്യതയില്ല. ശരിയാണോ?
ആണോ? ഇത് നിഷേധിക്കുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. നിങ്ങളുടെ വാദം കൂടെ ഇവിടെ നിങ്ങൾ പറയണം. എന്താ വാദം? ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആ തിളക്കം കണ്ടിട്ട് മറ്റുള്ളവർ നമ്മളിലേക്ക് വരിക, അവനിൽ ക്രിസ്തു ജീവിക്കുന്നുണ്ട് എന്ന് ആരെക്കുറിച്ച് പറയും? നമ്മളെക്കുറിച്ച് ആരും പറയുമെന്ന്? ഞാൻ എന്നെക്കൂടെ പ്രതിക്കൂട്ടി നിർത്തിക്കൊണ്ടായി സംസാരിക്കുന്നത്. ഞാനൊരു പുണ്യവാന്റെ റോള് അണിഞ്ഞുകൊണ്ടല്ല പറയുന്നത്, നിങ്ങളിൽ ഒരുവനായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഉള്ളു മാറ്റമുണ്ടാകണം. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ മാറ്റമുണ്ടാവണം. നമുക്കെല്ലാവർക്കും വലിയൊരു മാറ്റമുണ്ടാവണം. ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട പുതിയ സൃഷ്ടികളായിട്ട് മാറണം. ന്യൂ ക്രിയേഷൻ, പുതിയ സൃഷ്ടി. ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനായിട്ട് നമ്മളെല്ലാവരും മാറണം. ഈ ധ്യാനത്തിൽ അതാ സംഭവിക്കേണ്ടത്. ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ദൈവരാജ്യം അന്വേഷിക്കുക, ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുക, ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ആദ്യം ദൈവത്തെ തേടുക, അവൻ്റെ രാജ്യത്തെ തേടുക, ബാക്കിയെല്ലാം കർത്താവ് നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരും. ബാക്കി എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം, ആ ഒറ്റ വാക്കിലെല്ലാം ഉണ്ട്. എല്ലാം, ആരോഗ്യം, സമ്പത്തും, മക്കളും, കുടുംബവും എല്ലാം എല്ലാം അവൻ കൂട്ടിച്ചേർത്ത് തരുമെന്ന് തന്നെയാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു പറയാണ്, വിളവധികം വേലക്കാര് ചുരുക്കം. വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക. വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു തന്നെയാണിത് പറഞ്ഞത്, വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാനായിട്ട്. വചനം മത്തായി സുവിശേഷം 9:35 മുതൽ 38 വരെ വചനങ്ങൾ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നുകയാ. ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇങ്ങനെ ആടുകൾ ചതറിപ്പോയിരിക്കുക. നേതൃത്വം കൊടുക്കാൻ ഇടയന്മാരില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനിങ്ങനെ ജനങ്ങളുടെ വ്യാധികളും രോഗങ്ങളും ഒക്കെ സൗഖ്യപ്പെടുത്തി ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ആടുകളെ പോലെ ഇങ്ങനെ ചെതറി നടക്കുക, ഇടയില്ലാത്ത ആടുകളെ പോലെ. അപ്പോൾ പരിഭ്രാന്തരും നിസ്സഹായരുമായ മനുഷ്യർ ചെതറി കിടക്കുന്നത്, പരിഭ്രാന്തരും അങ്ങനെ വചനം പറയുന്നത്, പരിഭ്രാന്തരും നിസ്സഹായ മനുഷ്യർ. അവൻ ശിഷ്യമാണ് പറഞ്ഞു, വിളവധികം വേലക്കാർ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. കർത്താവ് പറയുക, പ്രാർത്ഥിക്കാൻ പറയുക, വിളവിൻ്റെ നാഥനോട് വേലക്കാരെ അയക്കാൻ. അനേകം വേലക്കാര് വീണുപോയി. വേല ചെയ്യേണ്ടവർ ആത്മാർത്ഥമായിട്ട് വേല ചെയ്യുന്നുണ്ടോ? ഈ സുവിശേഷ വേല എന്ന് പറയുന്നത് വൈദികർക്കും സന്യസ്തർക്കും അല്ലെ സഭാ നേതൃത്വത്തിലുള്ളവർക്കും ഉള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെയല്ല. ഈ സുവിശേഷ വേല എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കുമുള്ളതാണ്. യേശുവിൻ്റെ പൗരോഹിത്യത്തിലും രാജത്വത്തിലും നമ്മൾ പങ്കുകാരാണ്. യേശുവിൻ്റെ പൗരോഹിത്യത്തിലും രാജത്വത്തിലും എല്ലാം പങ്കുപറ്റുന്നവരെ നമ്മൾ മാമുദിസ എന്ന കുദാശയിലൂടെ. നമ്മുടെ ആദ്യത്തെ കടമയാ ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളത്. വിളവധികം വേലക്കാർ ചുരുക്കം. ഉള്ള വേലക്കാരോ തലയും കുത്തി വീണുപോയി, ഉത്തരവാദിത്വം ചെയ്യുന്നില്ല. ഹല്ലേലൂയ. കർത്താവിനൊത്തിരി സങ്കടമാണ്. അതുകൊണ്ട് പറയുക, വേലക്കാരെ അയക്കാൻ നിങ്ങൾ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ പറയുക. നമ്മൾ പ്രാർത്ഥിക്കണം, അനേകം സുവിശേഷ വേലക്കാരുണ്ടാവണം. നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, ബഹുമാനപ്പെട്ട 2 സിസ്റ്റേഴ്സിനെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുക. അറിഞ്ഞായിരുന്നോ? എത്ര സങ്കടകരമായ കാര്യമാണല്ലേ. ആ കൂടെയുള്ള 3 കുട്ടികളും ക്രിസ്ത്യാനികളായിരുന്നു. അവരെത്രമാത്രം വിഷമിക്കുന്നുണ്ട് കണ്ടോ. നിരപരാധികളെ അവർ സഹിക്കേണ്ടി വരിക. ഈയിടെ ഡമാസ്കസിൽ, സിറിയയിലെ ഡമാസ്കസിൽ ദേവാലയത്തിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ എത്രയോ പേരാണ് മരിച്ചത്. അതിനകത്തൊരു സ്ത്രീയുടെ സാക്ഷ്യം ഞാൻ കാണാനിടയായി. ആ സഹോദരി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അവരുടെ ഭർത്താവിൻ്റെ സഹോദരൻ ഉൾപ്പെടെ, അതായത് ഈ ബോംബ് പൊട്ടിക്കാൻ വന്നവരൊക്കെ പിടിച്ചോറ്റാ. ബോംബ് പൊട്ടി
അവരുടെ കുടുംബത്തിൽ നിന്ന് ദേവാലയത്തിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ 7 പേരാണ് മരിച്ചത്. ആ സ്ത്രീയുടെ മാതാപിതാക്കളുടെ കുടുംബം 7 പേര് മരിച്ചു. ദേവാലയത്തിനുള്ളിൽ ബോംബ് സ്ഫോടനം. മൊത്തം 38 പേരോ മറ്റാ മരിച്ചത്. ഹല്ലേലൂയ. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞ വാക്കിതാണ്, ഞാൻ ഇത് ചെയ്ത അവരോട് ക്ഷമിക്കുന്നു. ആ സഹോദരി പറയാണ്, എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെയൊക്കെ മാംസകഷങ്ങൾ ചേതറി ദേവാലയത്തിനുള്ളിലൂടെ ഇങ്ങനെ ചേതറി ഇങ്ങനെ പോകുന്നത് അവർ കണ്ടെന്നാണ് പറയുന്നത്. ഈ ബോംബ് കൂട്ടിയിട്ട് മാംസം ചേതറിപ്പോ കൈകാലൊക്കെ ചേതറി തെറിച്ചു പോകുന്നതാണ്. എന്നിട്ടും ആ സ്ത്രീ പറയുകയാണ്, ഞാൻ അവരോട് ക്ഷമിക്കുന്നു, ഇത് ചെയ്തവരോട് ഞാൻ ക്ഷമിക്കുന്നു. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. പക്ഷെ നമുക്കിങ്ങനെയുള്ള ഒരു സാഹചര്യമില്ലായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കണം. എല്ലാവരും ക്രിസ്തുവിലേക്ക് വരണം, ക്രിസ്തുവിനെ അറിയണം. വേണ്ടേ? വേണം. പക്ഷെ അതിനുവേണ്ടി നമ്മുടെ ഭാഗത്ത് നമുക്കൊരു വലിയ കാര്യം ചെയ്യാനുണ്ട്. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ വേലക്കാരായിട്ട് മാറണം. നിങ്ങൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. ഏതു വിധത്തിൽ യേശുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം, എങ്ങനെ യേശുവിനെ കൊടുക്കാം, അതിനുവേണ്ടിയുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് ആവശ്യമാണ്. അല്ലാതെ നമ്മുടെ ധ്യാനം കൂടി ഭൗതികമായിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് പ്രാർത്ഥിച്ചു ദൈവം തരും, ഉറപ്പാണ് തരും. അനുഗ്രഹിച്ച് വിട്ടു കഴിഞ്ഞിട്ട് ആ ദൈവത്തെക്കുറിച്ച് പറയാതിരിക്കുക, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുക, ഇത് തെറ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വിളി എന്ന് പറയുന്നത് രാജകീയമായ ഒരു ദൈവവിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും സുവിശേഷം വേല ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. യേശുക്രിസ്തു മാത്രമാണ് മാനവരാശിയുടെ ഏകരക്ഷകനെന്ന് തൻ്റെ ഇടത്തോടെ ഈ ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. മരിക്കേണ്ടി വന്നാലും ക്രിസ്തു മാത്രമാണ് രക്ഷകൻ, മറ്റൊരു രക്ഷകനില്ലെന്ന് ധൈര്യത്തോടെ പറയാൻ വേണ്ടി പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തികളാണ് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം, അവർ ഒരു നവീഗാനം ആലപിച്ചു. പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും, യേശുവിനെ കുറിച്ചാണ് പറയുന്നത്, നീ വധിക്കപ്പെടുകയും നിൻ്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും എല്ലാ ഭാഷകളിലും എല്ലാ ജനതകളിലും എല്ലാ രാജ്യങ്ങളിലുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. അവൻ വധിക്കപ്പെട്ടു, അവൻ തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും എല്ലാ ഭാഷകളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉള്ള എല്ലാ ഭാഷകളിലും എല്ലാ ജനതകളിലും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ അവൻ തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി. നമ്മൾ തിരിച്ചറിയുക, മാനവരാശിയെ മുഴുവൻ യേശു തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെടാത്ത ഒറ്റ വ്യക്തി പോലും ഈ ഭൂമണ്ഡലത്തിലില്ല. ഇവിടെ ഹിന്ദുവും മുസൽമാനും എല്ലാ മതസ്ഥരും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ. അവൻ തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് പിതാവിന് വേണ്ടി വിലയ്ക്ക് വാങ്ങിയതാ. ആ സത്യം അവരെന്നറിഞ്ഞ് യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മതി. ഹല്ലേലൂയ. എല്ലാ ഗോത്രങ്ങളിലും എല്ലാ ഭാഷകളിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ അവൻ ദൈവത്തിനു വേണ്ടി തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് വിലയ്ക്ക് വാങ്ങി. കാൽവരിയിൽ യേശു തൻ്റെ രക്തം കൊടുത്തു. ആ ക്രൂശിൽ അവൻ ചിന്തിയ ആ ഓരോ രക്തവും തുള്ളിയും മനുഷ്യരാശിയുടെ സമ്പൂർണ്ണ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. ഗെത്സമനിയിൽ തുടങ്ങിയ രക്തത്തിൻ്റെ ഒഴുക്ക അവിടെ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ കാഠിന്യമോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വെച്ച് രക്തം ഒഴുകുക. ഗെത്സമൻ മുതൽ കാൽവരി വരെ ഒഴുകിയ രക്തം മനുഷ്യരാശിയുടെ മുഴുവൻ സമ്പൂർണ്ണ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു.
സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ മോചിപ്പിച്ചു. ശാപത്തിന്റെ ചങ്ങലകളിൽ നിന്ന് ജനത്തെ വിടുവിച്ചു. ഗലാത്യ 3:13-14. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിയിലേക്ക് വ്യാപിക്കേണ്ടതിന്, ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് പ്രകാരം സംഭവിച്ചത്. എല്ലാ ശാപത്തിൻ്റെ മുഖങ്ങളെയും ക്രിസ്തു കുരിശിൽ തകർത്ത് കഴിഞ്ഞു. കുരിശിൽ ക്രിസ്തു നമ്മുടെ ശാപം ഏറ്റെടുത്തു കഴിഞ്ഞു. നീയും ഞാനും നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ ശാപത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കുകയാണ്. ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന വ്യക്തി ശാപത്തിൻ്റെ അടിമത്തത്തിലല്ല. യേശുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ ശാപത്തിൻ്റെ ചങ്ങലകൾ തകർക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.